الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد നമുക്ക് സൂറത്തുൽ അറാഫിലെ 16-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فبما أغويتني لأقعدن لهم صراطك المستقيم قال അവൻ പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞു, അപ്പോൾ ബിമാ അഗ്വൈതനി, നീ എന്നെ വഴിതെറ്റിച്ചതുകൊണ്ട്, ലഅഖഉദന്ന ലഹും, ഞാൻ അവർക്ക് വേണ്ടി ഇരിക്കുക തന്നെ ചെയ്യും, സിറാത്തക അൽ മുസ്തഖീം, നിന്റെ ചൊവ്വായ വഴിയിൽ, നിന്റെ നേരായ മാർഗത്തിൽ ഞാൻ ഇരിക്കും. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖാല, അയാൾ പറഞ്ഞു, അപ്പോൾ ബിമാ അഗ്വൈതനി, നീ എന്നെ ഗിവായത്ത്, വഴികേടിൽ അകപ്പെടുത്തിയതിനാൽ, വഴിപിഴപ്പിച്ചതിനാൽ, ലഅഖഉദന്ന, ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും, ലഹും, അവരെ പിടികൂടാൻ വേണ്ടി, സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേരായ ചൊവ്വായ മാർഗത്തിൽ. അഗ്വൈത, ഗിവായത്ത്, റഷാദ് എന്നുള്ളതിൻ്റെ വിപരീതമാണ് ഗിവായത്ത്, വിഡ്ഢിത്തം. അതുപോലെ തന്നെ അന്തക്കേടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതാണ് ശരിയെ തെറ്റായി മനസ്സിലാക്കുക, തെറ്റിനെ ശരിയായി കാണുക, അങ്ങനെയുള്ള ഗിവായത്ത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പിശാചിൻ്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, ജന്മനാ ഉള്ള ശ്രേഷ്ഠത. ഞാൻ സൃഷ്ടിപ്പിൽ തന്നെ ശ്രേഷ്ഠതയുള്ളവനാണ്, കാരണം ഞാൻ തീയോണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ. അവൻ സൃഷ്ടിപ്പിൽ തന്നെ, അല്ലെങ്കിൽ ജന്മനാ തന്നെ മോശക്കാരനാണ്. ഇത് വല്ലാത്തൊരു സിദ്ധാന്തം. മനുഷ്യൻ ജന്മനാ ആരും മോശക്കാരനാവണില്ല, ജന്മനാ ആരും ഉത്കൃഷ്ടനോ ഉന്നതനോ ഒന്നുമല്ല. അവൻ്റെ കർമ്മങ്ങളിലൂടെയാണ് അവൻ ഉന്നതനാകുന്നത്, അല്ലെങ്കിൽ അത് മോശക്കാരനാകുന്നത്. ഇത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ഒരു സിദ്ധാന്തമായിരുന്നു പിശാചിൻ്റേത്. അതാണ് ഖാല ഫബിമാ അഗ്വൈതനി. ആ സിദ്ധാന്തം അത് അവൻ തന്നെ സ്വയം ആവിഷ്കരിച്ചത്, അള്ള പഠിപ്പിച്ചു കൊടുത്തത്, അള്ള പറഞ്ഞു കൊടുത്തൊന്നുമല്ല. എന്നിട്ട് പിന്നെ കുറ്റാർക്കാണ്? ഫബിമാ അഗ്വൈത നീ, നീ എന്നെ വഴികഴപ്പിച്ചു. ആരാ കുറ്റക്കാരൻ? അള്ളയാണ് നമുക്ക് അഭിപ്രായം. ഞാൻ ഈ നിലപാട് സ്വീകരിക്കാൻ കാരണം എന്താണ്? അള്ളയാണ്. കണ്ടോ, വല്ലാത്തൊരു സിദ്ധാന്തമാണ്. തനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്നെ വഴികഴപ്പിച്ചു ആയതിനാൽ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അയാൾ മനുഷ്യന്മാരുടെ ശത്രു എന്നുള്ളതിനേക്കാൾ അള്ളാഹുവിനോട് ശത്രുത പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യന്മാരോട് മത്സരിക്കുന്നതിനേക്കാൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മത്സരിക്കുകയാണ്. അള്ളയും ഞാനും തമ്മിലാ മത്സരം എന്നാണ് മുപ്പര് പറയുന്നത്. ഞാനും നീയും തമ്മിലാ മത്സരം എന്നാ. അതാണ് ഫബിമാ അഗ്വൈതനി, നീ എന്നെ അന്തക്കേടിൽ അല്ലെങ്കിൽ വിവരക്കേടിൽ, വഴികേടിൽ അകപ്പെടുത്തിയതിനാൽ, അഗ്വൈത നീ എന്നെ വഴിപിഴപ്പിച്ചു. ലഅഖഉദന്ന ലഹും, ഞാൻ ഇരിക്കും. ഖഅദ, ഖുഊദ്, മഖഅദ് എന്നൊക്കെ നമ്മൾ ബെഞ്ചിനൊക്കെ പറയും, ഇരിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിനാണ്. ലഅഖഉദന്ന, അഖഉദു, ഞാൻ ഇരിക്കും. ലാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നാന്ന് അവസാനം ചേർത്താലും തീർച്ചയായും, 2 പ്രാവശ്യം അത് ഉറപ്പിച്ച് പറയാം. ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും, ലഹും, അവർക്ക് വേണ്ടി എന്നാണ്. അവർക്ക് വേണ്ടിയാണ്, അവരുടെ ഗുണത്തിന് വേണ്ടിയല്ല, അവരെ പിടികൂടുന്നതിന് വേണ്ടി. എങ്ങനെ പിടികൂടുന്നു? പിന്നെ ഭർത്തായത്തെ പറയുന്നുണ്ട്. അവരെ പിടികൂട സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേരായ വഴിയിൽ. നേരായ വഴിയിൽ അവർ ചലിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. നബി ഒരു നേർക്കുനേരുള്ള വഴി വരച്ചു, അത് സിറാത്ത് മുസ്തഖീം. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വേറെ കുറേ വരെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സൈഡിലേക്കുള്ള വഴികളൊക്കെ നിങ്ങൾ കാണും, അതിലേക്കൊക്കെ വിളിക്കാൻ ആളും ഉണ്ടാവും, അതിൽ പോകരുത്, അതിൽ പോയാൽ നിങ്ങൾ വഴി തെറ്റി. ഈ നേർക്കുനേരുള്ള വഴിക്ക്, അതാണ് സിറാത്ത് മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം.
ഏതും അള്ളാഹുവിലേക്ക് വളരെ വേഗത്തിൽ നേർക്കുനേരെ എത്തിച്ചേരുന്ന വഴി, അതാണ് സിറാത്ത് മുസ്തഖീം. അവിടെ ഞാനുണ്ടാകും എന്ന് വെച്ചാൽ മനുഷ്യൻ നേരായ മാർഗത്തിൽ പോകുമ്പോൾ അവനെ സിറാത്ത് മുസ്തഖീമിൽ നിന്ന്, ഏകദൈവത്വത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ബഹുദൈവത്വത്തിലേക്ക്, തൗഹീദിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ശിർക്കിലേക്ക്, ദൈവാസ്തിക്യത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ദൈവനിരാസത്തിലേക്ക്, പ്രവാചകനെ അംഗീകരിക്കുന്നതിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് പ്രവാചകനെ അവഹേളിക്കുന്നതിലേക്ക് നയിച്ചു കൊണ്ടുപോകും, ചെറിയ കാര്യത്തിലും വലിയ വിഷയത്തിലുമൊക്കെയും. അപ്പോൾ നമ്മൾ നേർക്കുനേരെയുള്ള ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ അന്യായമായതോ അഹിതമായതോ ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ആ വഴിയിലേക്ക് പോകാനുള്ളൊരു പ്രേരണ സ്വാഭാവികമായും പിശാച് മനുഷ്യനുണ്ടാക്കും. അതാണ് ഖാല, അയാൾ പറഞ്ഞു. ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല. മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിനുള്ള എല്ലാ അടവുകളും നമ്മൾ പയറ്റുന്നതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഖാല, അയാൾ പറഞ്ഞു, പിശാച് പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം കൊണ്ട് അഗവൈതനി, അക്കാര്യത്തിൽ നീ എന്നെ വഴിതെറ്റിച്ചിരിക്കുന്നു, നീ എന്നെ വഴിതെറ്റിച്ചിരിക്കുന്ന കാര്യം കൊണ്ട് ആയതിനാൽ നർത്ഥം ലഅഖഉദന്ന ലഹും, ഞാൻ അവരെ പിടികൂടുന്നതിന് വേണ്ടി, അവരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഇരിക്കുക തന്നെ ചെയ്യും. സിറാത്തക്കൽ മുസ്തഖീം, സിറാത്ത് പറഞ്ഞാൽ എന്താണ്? വഴി. മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരായത്, ചൊവ്വായത്. നമ്മൾ ഫാത്തിഹ ഓതുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്ത് അൻആമിലെ 153-ാമത്തെ ആയത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുല. അതാണ് വലാ തത്തബിഉ സുബുല, നിങ്ങൾ മറ്റു മാർഗങ്ങളെ പിന്തുടരാൻ പാടില്ല. ഫതഫറഖ ബിക്കും അൻ സബീലി, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തെറ്റിപ്പോകും, അകന്നു പോകും. ഇവിടെ ഇതാണ് ഇബ്ലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ നിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ഇതര മാർഗങ്ങളിലേക്ക്, ഇതര പ്രസ്ഥാനങ്ങളിലേക്ക്, ഇതര ആദർശങ്ങളിലേക്ക്, തെറ്റായ നിലപാടുകളിലേക്ക്, തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക്, അവർക്ക് ആസ്വാദ്യകരമായതിലേക്ക്, നിന്റെ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ അവരെ അതിൽ ശ്രമിക്കും. ചൊവ്വായ മാർഗത്തിലിരിക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ അവരെ തെറ്റിച്ചു വിടും നേരായ മാർഗത്തിൽ നിന്ന്. അതാണ് അയാൾ അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സിറാത്ത് മുസ്തഖീമിൽ ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.